നമസ്കാരം. വേദനകളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുക. കാരണം അത് ഹൃദ്യമായ അനുഭവമായി പിൽക്കാലത്ത് മാറാനുള്ള ഉണ്ട്. കാരണം നമുക്ക് ഒരു പ്രവർത്തന പദ്ധതി തുടങ്ങാനിരിക്കുമ്പോഴോ ഏതെങ്കിലും കർമ്മപഥത്തിൽ പുതുതായിട്ട് പ്രവേശിക്കുമ്പോഴോ നാം സ്ട്രഗിൾ ചെയ്യാറുണ്ട്. നമുക്ക് വേദനകൾ പലതും അനുഭവപ്പെടാറുണ്ട്. ഇത് മെല്ലെ എങ്ങനെ ഹൃദ്യമായ അനുഭവമാക്കി ഈ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കുഴപ്പമാകുന്നു എന്ന് കരുതി ആ പ്രവർത്തന പദ്ധതി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നോക്കൂ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ അച്ഛന് നാളികേര കച്ചവടം ആയതുകൊണ്ട് അയൽ വീടുകളിൽ നിന്ന് നാളികേരം ശേഖരിച്ച് വീട്ടിൽ വരുത്തുകയും അത് കൊപ്രയാക്കി എണ്ണയാക്കി പ്രോസസ്സ് ചെയ്ത് വിൽക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു തൊഴിൽ എന്നുള്ളത് കൊണ്ട് ശരിക്കും ശാരീരിക അധ്വാനം വേണ്ട പണിയാണ്. വീട്ടിലുള്ള എല്ലാ പേരും ഈ പണിയിൽ ഭാഗഭാക്കാകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് വെളുപ്പാങ്കാലം 3 മണിക്കെങ്കിലും എണീറ്റ് ഒരു 2000 തേങ്ങയെങ്കിലും വെട്ടുകത്തി കൊണ്ട് ഉടച്ചെറിഞ്ഞിട്ട് പോകേണ്ടതുണ്ട്. അതെൻ്റെ ഡ്യൂട്ടിയാണ്. അത് ചെയ്യാതെ പള്ളിക്കൂടത്തിൽ പോകാൻ അനുവാദമില്ല. പലപ്പോഴും ഈ ജോലിക്കിടയിൽ താമസിച്ചു പോവും. പെട്ടെന്ന് കുളിച്ച് റെഡിയായി കാപ്പി കുടിക്കാൻ പോലും സമയം കിട്ടില്ല. ഈ തേങ്ങാ വെള്ളം കുടിച്ച് വയറ് വീർപ്പിച്ചിരിക്കും. ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടെ അസംബ്ലിയും കഴിഞ്ഞ് ഹാജരെടുപ്പും കഴിഞ്ഞ് പ്രധാന അധ്യാപകൻ ക്ലാസ് ടീച്ചർ ക്ലാസ് തുടങ്ങിയിരിക്കും. അപ്പോൾ ക്ലാസ്സിന് താമസിച്ച് വന്നതിന് തേങ്ങ ഉടച്ച് കൈ പൊള്ളിയിരിക്കുന്ന എൻ്റെ കൈവെള്ളയിലേക്ക് 2 ചൂരൽ പ്രയോഗം തന്നിട്ടാണ് അദ്ദേഹം അകത്തേക്ക് വിടുക. ചൂരൽ പ്രയോഗം തരിക എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസമെങ്കിലും താമസിച്ച് വരാതിരിക്കാനാണ്. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഈ അടി കൊള്ളുമ്പോൾ വല്ലാത്ത നീറ്റലും പുകച്ചിലും ഒക്കെയാണ്. അപ്പോൾ കൈയൊക്കെ വല്ലാത്ത അവസ്ഥയിലാവും. ക്രമേണ ഈ വെട്ട് കത്തി പിടിച്ച് ഒരു തഴമ്പും ഈ കൈ ഒന്ന് പദം വന്നപ്പോൾ ഈ അധ്യാപകൻ്റെ അടി എനിക്കൊരു ലാളനയായിട്ട്, അതായത് ഒരു കുളിർ കാറ്റായിട്ട്, ഒരു ഇക്കിളിയായിട്ടാണ് തോന്നുക. എനിക്ക് വളരെയേറെ ഈ അടി വാങ്ങാതെ എനിക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. അത്രയും ഹൃദ്യമാണ് ആ 2 അടി കൈവെള്ളയിലേക്ക് വന്നു പതിക്കുക. നോക്കൂ, ആദ്യം ഹൃദയം നുറങ്ങുന്ന വേദനയായിരുന്നു കയ്യിലെങ്കിൽ അത് ഹൃദയത്തെ കോരിത്തെരിപ്പിക്കുന്ന മറ്റൊരനുഭവമായി മാറി. ആ വേദന നിരന്തരം സ്വീകരിച്ചതുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളേത് കർമ്മപഥത്തിലേക്കുള്ള പ്രവേശന കവാടവും എളുപ്പമല്ല. സ്ട്രഗിളിങ്, വേദനകൾ, പരിഹാസങ്ങൾ, അവഗണനകൾ ഇതൊക്കെ ഉണ്ടാകാം. കല്ലേറുമായി വരുന്നവനെ പിൽക്കാലത്ത് പൂച്ചെണ്ടുമായി വരുന്നവനാക്കി നമുക്ക് മാറ്റേണ്ടതുണ്ട്. അത് നിരന്തരമായി വേദന അനുഭവിച്ചാലേ പറ്റും. വേദനകൾ തഴമ്പായി മാറും. ശുദ്ധോദന മഹാരാജാവ് തൻ്റെ മകൻ സിദ്ധാർത്ഥ രാജകുമാരനെ ഈ ലോകത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ഒരു വേദനകളും അറിയരുത് എന്ന് പറഞ്ഞ് കൊട്ടാരക്കെട്ടിനകത്ത് അടച്ചുകെട്ട് വളർത്തുകയും അയാൾ പിന്നെ എങ്ങനെയോ രക്ഷപ്പെട്ടു. ആത്മവിചിന്തനത്തിലേക്ക് വേണ്ടി ബുദ്ധൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ലോകവും കുറച്ചൊക്കെ നന്നായി. അതുപോലെ അല്ല കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. ഈ ലോകത്തിൻ്റെ വേദനകൾ അല്ലെങ്കിൽ അവർ അനുഭവിക്കുകയും വേദനകൾ നിരന്തരം അനുഭവിക്കാനുള്ള ഒരു പദം അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ രക്ഷകർത്താക്കൾ പര്യാപ്തമായ സംഗതികൾ കൊടുക്കണം. നമ്മുടെ പള്ളിക്കൂടത്തിൽ നിന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതില്ല. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. നന്ദി.